ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോ ഗ്ലാഡിയേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ടോപ്പിക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ. നമ്മളിപ്പോൾ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു ആംപ്ലിഫയറാണ് ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ. അപ്പോൾ ഈ നോർമൽ ആംപ്ലിഫയറും ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം. ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ നമുക്കെങ്ങനെ സ്വന്തമായി നിർമ്മിക്കാം, ഇതൊക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയറിനെ ഇൻറ്റേർണൽ പാർട്സായിട്ട് നമുക്ക് ഒരു 5 ആയിട്ട് തരംതിരിക്കാം. അത് ഇൻപുട്ട്, പ്രീ ആംപ്ലിഫയർ, ആംപ്ലിഫയർ, ഔട്ട്പുട്ട്, പിന്നെ ഇതെല്ലാം വർക്ക് ചെയ്യാനായിട്ട് പവർ സപ്ലൈ സ്റ്റേജ്. ഇത്രയും കൂടെ ഒരൊറ്റ ക്യാബിനിൽ സെറ്റ് ചെയ്ത് വരുന്നതിനാണ് ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻറ്റേർണലി ഉള്ള ഈ സെക്ഷനുകളെല്ലാം എങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയറിൻ്റെ ബാക്ക് വശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ഫോണോ, ഓക്സ്, ട്യൂണർ, ടേപ്പ്, ഇങ്ങനെ പല ടൈപ്പിലുള്ള ഇൻപുട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഫോണോ എന്ന് പറയുന്നതിന് ഒരു സെപ്പറേറ്റ് ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സെലക്ഷൻ സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണോയ്ക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള സിഗ്നലുകളാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോണോയിൽ കണക്ട് ചെയ്യുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സിഗ്നൽ, അതായത് റെക്കോർഡ് പ്ലെയർ പോലുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ അതിലോട്ട് ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രീ ബൂസ്റ്റിംഗ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഓക്സിൽ നമ്മൾ നോർമൽ രീതിയിലുള്ള CD പ്ലെയറുകൾ, USB അങ്ങനെയുള്ള എല്ലാം ഓക്സിൽ നമുക്ക് കണക്ട് ചെയ്തിടാവുന്നതാണ്. ഇങ്ങനെ കണക്ട് ചെയ്തിടുന്നത് നേരെ വരുന്നത് ഇൻപുട്ട് സെലക്ഷൻ സ്വിച്ചിലേക്കാണ്. അത് ചിലപ്പോൾ റൊട്ടേറ്റിംഗ് ടൈപ്പ് ആയിരിക്കാം, ചിലപ്പോൾ പുഷ് ടൈപ്പ് സ്വിച്ചസ് ആയിരിക്കാം. ഓരോ കമ്പനി മേക്കിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൽ തന്നെയാണ് ട്യൂണറും ടേപ്പും എല്ലാം വരുന്നത്. ഈ സെലക്ഷൻ സ്വിച്ചിൽ സെലക്ട് ചെയ്യപ്പെടുന്ന സിഗ്നൽ നേരെ അടുത്ത അതിൻ്റെ സ്റ്റേജായ പ്രീ ആംപ്ലിഫയർ സ്റ്റേജിലേക്കാണ് എത്തുന്നത്. സെലക്ഷൻ സ്വിച്ചിൽ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സിഗ്നൽ നേരെ പ്രീ ആംപ്ലിഫയർ സ്റ്റേജിൽ വരുന്നു. ഈ പ്രീ ആംപ്ലിഫയർ സ്റ്റേജിൽ നിന്ന് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് കിട്ടുന്ന കൺട്രോൾസ് എന്ന് പറയുന്നത് ബാസ്, ട്രിപ്പിൾ, ബാലൻസ്, ലൗഡ്നെസ്, സ്റ്റീരിയോ, മോണോ, പിന്നെ വോളിയം കൺട്രോൾ. ഇതിൽ ബാസ് നിങ്ങൾക്കെല്ലാം അറിയാം. ബാസ് എന്ന് പറയുന്ന ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആംപ്ലിഫയറാണ്. ട്രിപ്പിൾ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റിൻ്റെയും വരുന്ന സിഗ്നലുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലൗഡ്നെസ് എന്ന് പറയുമ്പോൾ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലും ഹൈ ഫ്രീക്വൻസി സിഗ്നലും മിഡ് സിഗ്നലും എല്ലാം കൂടെ ഒരു നിശ്ചിത പരിധിയിലേക്ക് ഉയർത്തി നമുക്ക് ഔട്ട്പുട്ട് വരുന്നതാണ്. സ്റ്റീരിയോ മോണോ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോയുടെ സെപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നേരെ ഫീഡ് ചെയ്തിരിക്കുന്നത് ആംപ്ലിഫയറിലേക്ക് പോകുന്നതിന് മുമ്പ് വോളിയം കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് വഴിയാണ്, അതായത് വേരിയബിൾ റെസിസ്റ്റർ വഴിയാണ് ഇത് പോകുന്നത്. ഇതിൽ അടുത്ത സ്റ്റേജ് വരുന്നത് ആംപ്ലിഫയറാണ്. അവിടെ ആ ആംപ്ലിഫയറിനെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം. ഡ്രൈവർ ആംപ്ലിഫയർ എന്നും പവർ ആംപ്ലിഫയർ എന്നും. ഇതിൽ ഡ്രൈവർ ആംപ്ലിഫയറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പവർ ആംപ്ലിഫയറിന് വേണ്ട ഒരു പരിധിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത ലെവലിലേക്ക് വരുന്ന ഈ പ്രീ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സിഗ്നലിനെ ഉയർത്തി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പവർ ആംപ്ലിഫയറിലേക്ക് എത്തുന്ന സിഗ്നൽ നമുക്ക് ആവശ്യമായ ലെവലിലേക്ക് പവർ ആംപ്ലിഫയർ ബൂസ്റ്റ് ചെയ്യുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പല
കമ്പനി മേക്കായിട്ടുള്ള ആംപ്ലിഫയറുകളിലും ഇതിന് ഈ സ്പീക്കറിനും ഈ പവർ ആംപ്ലിഫയറിനും ഇടയ്ക്ക് ഒരു റിലേ സർക്യൂട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെ ശരിക്കും പറയപ്പെടുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ എന്നാണ്. അതിൻ്റെ പേര് പോലെ തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ. അതായത് സ്പീക്കറിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പീക്കറുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സ്പീക്കറും ആവട്ടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. അതായത് ഈ പവർ ആംപ്ലിഫയർ സ്റ്റേജുകൾ കൂടുതലും ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളാണ്. അപ്പോൾ ഈ കേസ് എന്തെങ്കിലും കാരണവശാൽ ഇതിനകത്തൊരു ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ അത് ആ ഷോർട്ടായിരിക്കുന്ന വോൾട്ടേജ് നേരെ സ്പീക്കർ ലൈനിൽ എത്താൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്പീക്കർ ഔട്ട്പുട്ട്, അതായത് ഓഡിയോ ഔട്ട്പുട്ട് വരുന്ന സൈഡിൽ എന്തെങ്കിലും ടൈപ്പിലുള്ള വോൾട്ടേജ് പ്രസൻ്റ് ആയിരുന്നാൽ ഈ റിലേ ഓപ്പൺ ആയിരിക്കും. അത് ക്ലോസ് ആയാൽ മാത്രമേ വർക്ക് ചെയ്യൂ. നമുക്കറിയാം ഈ പവർ ആംപ്ലിഫയർ, അതായത് ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയറുകളൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഒരു റിലേ ഒരു 2 സെക്കൻഡിനുള്ളിൽ റിലേ ഓൺ ആവുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അത് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ ആണ്. അങ്ങനെ ഫീഡ് ചെയ്യുന്ന ഈ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട് വരുന്ന ഈ സിഗ്നൽ നേരിട്ട് സ്പീക്കർ സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള സ്വിച്ചസ്, പുഷ് ടൈപ്പ് സ്വിച്ചസ് വഴി സ്പീക്കർ ഔട്ട് കൊടുക്കും. ചിലതിൽ ഈ ഒരു സൈഡിൽ തന്നെ ലെഫ്റ്റും റൈറ്റും പറ്റി മൊത്തം 4 സ്പീക്കറുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ തക്ക രീതിയിൽ ഉള്ള സ്പീക്കർ സെലക്ഷനുകളാണ് നമുക്ക് കാണുന്നത്. അത് A+B എന്നൊക്കെ അങ്ങനെ ആ സ്പീക്കർ സെലക്ഷൻ എഴുതിയിട്ടുണ്ടാവും. ഇതേ ഈ നമ്മൾ റിലേയുടെ ഔട്ട്പുട്ട് തന്നെയാണ് ഒരു റെസിസ്റ്റർ വഴിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെഡ്ഫോൺ ഔട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ വിയോമീറ്റർ കൺട്രോളുകളും LED ലെവലുകളും ഒക്കെ ഇതിൽ നിന്ന് വരുന്ന ഈ റിലേയുടെ ഔട്ടിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാകുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനും കംപ്ലീറ്റ് ആയി. പിന്നെ ഉള്ളത് നമുക്കുള്ളത് പവർ സപ്ലൈ സ്റ്റേജ് ആണ്. അതായത് ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഏതൊരു ആംപ്ലിഫയറും വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പവർ സപ്ലൈ മസ്റ്റാണ്. അതുപോലെ തന്നെ വേരിയസ് വോൾട്ടേജിലുള്ള ഒരു പവർ സപ്ലൈ യൂണിറ്റ് ഈ ഇൻറ്റഗ്രേറ്റഡ് ആംപ്ലിഫയറിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പവർ എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ പ്രീ ആംപ്ലിഫയർ പ്ലസ് പവർ ആംപ്ലിഫയർ ഇത് തന്നെയാണ് ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതായത് പ്രീ ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും കൂടെ ചേർന്ന് ഒരു ക്യാബിനിൽ സെറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ഇൻറ്റിഗ്രേറ്റഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പിക്ചർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ തന്നെയാണ് നമ്മളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതും. അതായത് ഒരു ഇൻപുട്ട് വരുന്നു, പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് വഴി പവർ ആംപ്ലിഫയർ വഴി ഔട്ട്പുട്ട് വരുന്നു. ഇങ്ങനെയാണ് ഒരു ആംപ്ലിഫയറിൻ്റെ കണക്ട് ചെയ്ത് പോകുന്നത്. അത് ഈ ബാസ് ട്രിബിളിന് പകരം ഈക്വലൈസർ ആവാൻ ചില ആംപ്ലിഫയറുകളിൽ ഈക്വലൈസർ വരുന്നുണ്ട്. അതും ഒരു പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആംപ്ലിഫയർ കംപ്ലീറ്റ് ആയി.